തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായ നിഷിൽ, ഇത് മറ്റൊരാളാണ്. 45 ദിവസം ജയിലിൽ കിടന്നിരുന്നു. അനസ് തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് നിഷിലിന്റെ പരാതി. ഇബ്രാഹിംകുട്ടി എന്നൊരാൾ, അയാൾ കൂടി ഈ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നു. അനസിന്റെ സംഘത്തിലെ അംഗമായിരുന്നു ഇബ്രാഹിംകുട്ടി. ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ ചെയ്തത്. ടോം, ഈ അനസിന്റെ സംഘാംഗങ്ങൾ ഒന്നൊന്നായി അയാൾക്കെതിരെ രംഗത്തെത്തുകയാണല്ലോ. ഇപ്പോൾ ഈ ഷിർലിൻ നാട് വിട്ടുപോയ ഒരാളാണ്. കിഡ്നാപ്പിംഗ് കേസിൽ 70-ലേറെ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇവർ തമ്മിൽ തെറ്റുന്നത് എങ്ങനെയാണ്? എൽദോ, നമുക്കറിയാം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തനായിരുന്ന വലങ്കയായിരുന്ന ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. അതായത് ഔറംഗസേബ് തന്നെ പറയുന്നുണ്ട്, ഇവരുടെ സംഘാംഗത്തിൽ, ഈ ഗുണ്ടാ സംഘാംഗമായിരുന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ കേസിൽ ഔറംഗസേബ് 1-ാം പ്രതിയാണ്. ഔറംഗസേബ് മാത്രമല്ല, അനസിനൊപ്പം ഉണ്ടായിരുന്ന പലരും, അതായത് അനസിന്റെ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉണ്ണിക്കുട്ടനെ പോലീസിന് വിവരങ്ങൾ കൈമാറുന്നു എന്ന സംശയത്തെ തുടർന്ന് മാത്രം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതാണ് പെരുമ്പാവൂർ അനസും ഈ അനസിനൊപ്പം ഉണ്ടായിരുന്നവരും തമ്മിൽ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതോടൊപ്പം പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ അനസ് കോടികളുടെ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആരോപണമുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെ, അതായത് അനസിനൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പണം തട്ടിയെടുത്തുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടതെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം പല കാര്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ, അതായത് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ സംഘാംഗത്തിലുണ്ടായിരുന്ന ഓരോരുത്തർക്ക് നേരെയും ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ ഭീഷണി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഔറംഗസേബിനൊപ്പം ഉണ്ടായിരുന്നത്. ഔറംഗസേബ് പറയുന്നത് പെരുമ്പാവൂർ അനസിനൊപ്പം ഈ ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് 300ഓളം ചെറുപ്പക്കാരുണ്ടെന്നാണ്. അതിലേതാനും യുവാക്കളാണ്, ഈ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് 3 പേരാണ്. ഷിർലിൻ, അതോടൊപ്പം നിഷിൽ, ഇബ്രാഹിംകുട്ടി തുടക്കം മുതൽ പെരുമ്പാവൂർ അനസ് ഗുണ്ടാ നേതാവായി വളരുന്ന കാലഘട്ടം മുതൽ അനസിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിംകുട്ടി. അതായത് അനസിന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയാം. പിന്നീട് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തി, അതായത് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ച ഇട്ടൻ എന്ന ഷിർലിനും അനസിനൊപ്പം വർഷങ്ങളായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നിഷിലും അനസിനൊപ്പം ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ കിടന്നിട്ടുണ്ട്. ഈ ഇട്ടൻ എന്ന് വിളിക്കുന്ന ഷിർലിൻ നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ്. ഇതിനകത്ത് നമുക്കറിയാം, ഷിർലിൻ പറയുന്നുണ്ട്, അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന്. ആ കേസിലെ മുഖ്യപ്രതിയായിരുന്ന ഈ ഇട്ടൻ 75 ദിവസത്തോളം കാക്കനാട് ഉൾപ്പെടെയുള്ള ജയിലുകളിൽ കഴിഞ്ഞിരുന്നു. അനസ് കാരണമാണ് താൻ ആ കേസിൽ പെട്ടത്. തനിക്ക് വേണമെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു, പെരുമ്പാവൂർ അനസിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അനസിന്റെ പേര് തങ്ങൾ വെളിപ്പെടുത്തിയില്ല. അനസ് കാരണം സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്താൻ കഴിയാത്ത അവസ്ഥ, അതായത് നാട് വിടേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് ഷിർലിൻ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു കക്ഷി നിഷിലാണ്. അതായത് അനസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും ഏറ്റവും ഒടുവിൽ പരാതി നൽകിയതിൽ ഒരാളാണ് നിഷില്. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്നു. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായിരുന്ന നിഷിൽ 45 ദിവസത്തോളം ജയിലിൽ കടന്നിരുന്നു. നിഷിലിന്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. താൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ 45 ദിവസം കടന്നിരുന്നതായി നിഷില് തുറന്നു പറയുന്നുണ്ട്. അനസ് പക്ഷെ തന്നെ ഇപ്പോൾ വധിക്കാൻ ശ്രമിക്കുന്നതായി നിഷിൽ പറയുന്നുണ്ട്. ഇതിനു മുൻപ് 2 തവണ നിഷിലിനെ പെരുമ്പാവൂർ അനസ് വധിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഔറംഗസേബ് തന്നെ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ പല കേസും, ഈ ഓരോ വെളിപ്പെടുത്തലുകൾ, അതായത് നിഷിലിന്റെയും അതോടൊപ്പം ഇട്ടന്റെയും വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലെ പെരുമ്പാവൂർ അനസിന്റെ പങ്ക് പുറത്തു വരികയാണ്. അന്ന് നമുക്കറിയാം, ഈ 2 തട്ടിക്കൊണ്ടുപോകൽ അതായത് ഒരു വർഷം മുൻപ് നടന്ന 2 സംഭവങ്ങളാണ്. സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും ചില യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ആളുമാറി തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാക്കുന്നു. അവരെ വിട്ടയക്കുന്നു. പിന്നീട് പോലീസ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട അനസിന്റെ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടുന്നു. പക്ഷെ അന്നൊന്നും പെരുമ്പാവൂർ അനസിന്റെ പേര് പുറത്തു വന്നിരുന്നില്ല. അതായത് ഇട്ടൻ തന്നെ ഈ വിദേശത്തു നിന്ന് അയച്ച ഈ വീഡിയോ സന്ദേശത്തിൽ ഇട്ടൻ തന്നെ തുറന്നു പറയുന്നുണ്ട്, താൻ അന്ന് പെരുമ്പാവൂർ അനസിന്റെ പേര് പറഞ്ഞില്ല, അനസിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്.
അതായത് ആദ്യമായിട്ടാണ് ഈ രണ്ട് കേസുകളിലും തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ പെരുമ്പാവൂർ അനസിന്റെ പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഈ രണ്ട് കേസ് അന്വേഷണത്തിലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. മൂന്നാമത്തെ പരാതി പെരുമ്പാവൂർ അനസിന്റെ മുൻ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിം കുട്ടിയുടെ പരാതിയാണ്. ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇബ്രാഹിം കുട്ടി അല്പസമയം മുമ്പാണ് പരാതി നൽകിയിരിക്കുന്നത്. അനസിൽ നിന്നും തനിക്ക് ഭീഷണി ഉണ്ട്, തന്നെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇബ്രാഹിം കുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. ടോം, ഇത് അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. രണ്ട് കിഡ്നാപ്പിംഗ് കേസുകളിൽ അനസിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തമാക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. അത് കൂടുതൽ കേസുകളിലേക്ക്, കൂടുതൽ കാര്യങ്ങളിലേക്കുള്ള വിവരങ്ങൾക്ക് ചൂണ്ടുപലകയാകുമെന്ന് പ്രതീക്ഷിക്കാം.